വ്യാസഭഗവാന്റെ ക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതെ. വേറെ ഉത്തരേന്ത്യയിലുണ്ടോ? ഉത്തരേന്ത്യയിലുണ്ട്. കാരണം വേദങ്ങളെ നമ്മുടെ അങ്ങനെ പറഞ്ഞ 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ എല്ലാം തന്നിട്ടുള്ളത് നമ്മൾക്ക് സാക്ഷാൽ ശ്രീ വേദവ്യാസ ഭഗവാനാണ്. വിശ്വം ശകലം വ്യാസോച്ചിട്ടം. കാരണം വ്യാസഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നും തന്നെ ഇല്ല. അപ്പോൾ വ്യാസഭഗവാന്റെ ദക്ഷിണ ഭാരതത്തിലെ ചിറ്റൂർ പാലക്കാടിലാണെന്നുള്ളത്. പാലക്കാട് ചിറ്റൂർ വ്യാസ പരമാത്മ മഠത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. 2000-ലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇന്നും ഭഗവാന്റെ ഈ 10-25 വർഷമോ 23 വർഷമായിട്ട് കടാദീപം കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് വ്യാസ പൗർണമി, ആഷാഢമാസം കർക്കിടക മാസത്തിലെ പൗർണമി ദിവസമാണ് ഇവിടെ വിശേഷമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുക. അങ്ങനെ ദക്ഷിണ ഭാരതത്തിലെ ഏക വേദവ്യാസ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് നമ്മുടെ ചിറ്റൂരുള്ളത്. അങ്ങ് ഇവിടുത്തെ ഞാനിവിടെ ചിറ്റൂർ ഈ വ്യാസപരമാത്മ മഠത്തിൻ്റെ മഠാധിപതിയാണ്. പിന്നെ ഞാൻ ഈ ലോകനന്മയ്ക്ക് കണ്ട് കഴിഞ്ഞ 30 വർഷമായിട്ട് നിരന്തരം യജ്ഞങ്ങൾ, ലോകശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പബ്ലിക്കായിട്ട് മഹായജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ചിറ്റൂർ വ്യാസ പരമാത്മ മഠാധിപതി സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി എന്നാണ് എൻ്റെ പേര്. ആദ്യം തൊട്ട് അങ്ങായിരുന്ന മഠാധിപതി? ഇവിടെ ആദ്യം തൊട്ട് ഞാൻ ജന്മനാൽ തന്നെ ചെറിയ ഭഗവാന്റെ ഭക്തനായിട്ട് എനിക്ക് മറ്റേ ഗുരു എന്നുള്ള ഒരു അവസ്ഥയില്ല. വളരെ കുട്ടിയിൽ തന്നെ ഭഗവാനോടുള്ള പ്രേമം ഉണ്ടായി. ഭഗവാൻ നേരിട്ട് തന്നെ എല്ലാവിധവും നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തൊട്ട് തന്നെയാണ് ഞാൻ തന്നെയാണ് ഇതിൻ്റെ മഠാധിപതി. എനിക്ക് ശേഷം ഇപ്പോൾ നിരവധി സന്യാസികളുണ്ട്, ശിഷ്യത്വന്മാരുണ്ട്, അങ്ങനെ പോകുന്നു. എത്ര ശിഷ്യന്മാരുണ്ട്? അങ്ങനെയാണ്. ശിഷ്യന്മാർ എത്രയുണ്ട്? ശിഷ്യന്മാർ ഏകദേശം ഇപ്പോൾ 1000-ൽ പരം ശിഷ്യന്മാർ എല്ലാ ഭാഗത്തുമായിട്ട് ഉണ്ട്. ഇന്ത്യയിലും പുറത്തുമായിട്ട് പല ഭാഗങ്ങളിലും ഇപ്പോൾ നമുക്ക് ശിഷ്യന്മാർ ഉണ്ട്. ഒരു ട്രസ്റ്റ് എന്താ ഉണ്ടെന്ന് പറയാം? വ്യാസപരമാത്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് ഇതുള്ളത്. ട്രസ്റ്റാണ് ഇതിൽ നടത്തി. പക്ഷെ പേര് വ്യാസപരമാത്മ മഠമാണെങ്കിൽ അണ്ടർ വ്യാസപരമാത്മ ട്രസ്റ്റാണ്. രജിസ്റ്റേർഡ് ട്രസ്റ്റാണ്. എത്ര നാളായി രജിസ്റ്റർ ചെയ്ത്? ഏകദേശം 10 വർഷമായി. ഇപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റിനുള്ളത്? പ്രവർത്തനം പറഞ്ഞാൽ ഈ ലോകക്ഷേമത്തിന് വേണ്ടി യജ്ഞങ്ങൾ നടത്തുക, കാരുണ്യ പ്രവർത്തനങ്ങൾ, സജ്ജനത്തിലുള്ള സഹായങ്ങൾ, അന്നദാനങ്ങൾ, അങ്ങനെയുള്ള മറ്റു നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗോശാലയുണ്ടോ? ഗോശാല ഇനി ഒന്ന് വെക്കാൻ പോവാണ് നല്ല രീതിയിൽ. അപ്പോൾ അങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ നല്ലൊരു മംഗലാപുരത്ത് ഒരു ആശ്രമം ഉണ്ട്, അവിടെ ഗോശാലയൊക്കെ ചെറുതായിട്ടുണ്ട്. ഇതിന്റെ അണ്ടറിൽ മംഗലാപുരത്ത് ഒരു ആശ്രമമുണ്ട്. അപ്പോൾ വേറെ എവിടെയൊക്കെ ബ്രാഞ്ചുകളുള്ള? ഇപ്പോൾ മംഗലാപുരത്താണ് ഉള്ളത്. ഇനി പല ഭാഗങ്ങളായിട്ട് ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ബഡ്ജറ്റിൽ വന്നിട്ട് നമുക്ക് ഈ ഗോശാലയും അതുമായിട്ടുള്ള നമ്മുടെ പശുക്കളെയൊക്കെ സംരക്ഷിക്കുന്ന നാടൻ പശുക്കളെ രക്ഷിക്കേണ്ട ഒരു ഇതും അങ്ങനെയൊക്കെ കെട്ടാണ്ട പദ്ധതി അടുത്ത 2025 വെച്ചിട്ടുണ്ട്. അങ്ങ് അയോധ്യയിൽ നടന്ന പരിപാടിക്ക് മോഡിയോടൊപ്പം ഉണ്ടായിരുന്നു? അതെ, പ്രോഗ്രാമിൽ പോയിരുന്നു. അന്ന് ഇതിന്റെ മെയിൻ ബൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പോയിരുന്നു. ഹിമാലയ പരിവാർ യാത്ര എന്ന് പറഞ്ഞിട്ട് RSSന്റെ കീഴിൽ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇവിടുത്തെ ഇപ്പോൾ കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട്, ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിട്ട് ഞാൻ ചുമതല ഏറ്റിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് അതിന്റെ നേതാക്കൾ ഇവിടെ പാലക്കാട് വരുന്നതായിരിക്കും പ്രഖ്യാപനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിമാലയ പരിവാർ യാത്ര എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള ഭക്തന്മാരെ നമുക്ക് ഹിമാലയത്തിൽ കൊണ്ടുപോവുകയും അവിടെ എല്ലാവിധ പ്രൊട്ടക്ഷനോടുകൂടി നമുക്ക് അവിടെ ആ ഭാഗങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് കൃത്യമായിട്ട് എവിടെ നിന്നാണ് വരുന്നത് അവിടേക്ക് കൃത്യമായി പോയി എത്തി തിരിച്ചയക്കേണ്ട ഒരു ഉത്തരവാദിത്തോടുകൂടി നടത്തുന്ന ഒരു സംവിധാനം ഹിമാലയ പരിവാർ യാത്ര എന്ന് പറയുന്നത്. ഹിമാലയത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ? ഹിമാലയത്തെ ലഡാക്ക്, അതുമാതിരി എല്ലാ ഭാഗത്തും ആ ഭാഗത്ത് കാണുന്ന പോകാൻ പറ്റപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും, കേദാർനാഥ്, ബദരിനാഥ്, അങ്ങനെ ഗംഗ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. എത്ര പേരെ കൊണ്ടുപോകുന്നു? ഏകദേശം ഇപ്രാവശ്യം വന്നിട്ട് ഇവിടെ നിന്നൊരു 150 ആളുകളെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം അത് 150-ൽ കൂടുതലാകാനുള്ള ചാൻസും ഈ പ്രാവശ്യം ഉണ്ട്. 2024 ജൂൺ തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2-3 മാസം വരെ. അതിന് എത്ര എക്സ്പെൻസ് വരുമായിരിക്കും? ഇപ്പോൾ ഫ്ലൈറ്റ് ചാർജിന് നമ്മൾ ചിന്തിക്കണമെന്ന് ഏകദേശം 25,000 രൂപ ആ റേഞ്ചിലാണ് അങ്ങനെ വരിക. ട്രെയിനിലാകുമ്പോൾ നമുക്ക് നേർ പകുതിയാകുകയും ചെയ്യും. അങ്ങേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദർശനം ഉണ്ടായതായിട്ട് അറിഞ്ഞു, അത് എന്തായിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാൻ പറയുമ്പോൾ കാരണം ജന്മം കൊണ്ട് തന്നെ വ്യാസഭഗവാൻ എന്ന് പറയുന്നത് വ്യാസായ വ്യാസരൂപായ വിഷ്ണുവേ എന്നാണല്ലോ പറയുന്നത്. കാരണം മഹാവിഷ്ണു തന്നെ കലിയുഗത്തിൽ മാനവരാശിയുടെ ബുദ്ധിമുട്ടുകളും വരാൻ പോകുന്ന കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് മാനവരാശി കലിയുഗത്തിൽ എന്താ പറയുക, മഹാമാരികളും ദുരിതങ്ങളും ദുഃഖങ്ങളും പേമാരികളും യുദ്ധങ്ങളും കൊറോണ പോലുള്ള മഹാമാരികളും കുടുംബത്തിൽ നിരന്തരം ദരിദ്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും മാനവരാശിക്ക് സമാധാനമില്ലാത്ത കാലഘട്ടമാണ് കലിയുഗം. അപ്പോൾ ഓരോ ജന്മങ്ങളിലും ഭഗവാൻ ഓരോരോ അവതാരങ്ങളായി
ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാവിഷ്ണു മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി 10 അവതാരത്തെയാണ് നമുക്ക് എത്രയും വേഗം ആളുകൾക്ക് മനസ്സിലാകുക. 10 അല്ല ഭഗവാൻ നിരന്തരം ഓരോരോ സമയങ്ങളിലും ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കലിയുഗത്തിൽ മാനവരാശിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാനവരാശിയുടെ ബുദ്ധിമുട്ടുകൾ തീരാനും മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മഹാവിഷ്ണു തന്നെയാണ് കലിയുഗത്തിന്റെ തൊട്ടു മുന്നുള്ള ദ്വാപരയുഗത്തിൽ സാക്ഷാൽ പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ വേദവ്യാസനായിട്ട് അവതരിക്കുന്നത്. ആ വേദവ്യാസനിലൂടെയാണ് നമ്മൾക്ക് 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങളും ഭഗവത്ഗീത തൊട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾക്ക് മാനവരാശിക്ക് തന്നിരുന്നു. അവിടെ ജാതിയോ മതമോ വർണ്ണത്തിനോ ഒരു പ്രാതിനിധ്യം കൊടുത്തില്ല, മാനവരാശിക്കാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിന്റെ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അപ്പൊ ലോകരെനിക്ക് ജാതിയോ മതമോ വർണ്ണമില്ലാതെ ലോകത്ത് സർവ്വചരാചര ജീവികളും സൗഖ്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസ ഭഗവാന്റെ അവതരണവും ഭഗവാൻ തന്നിട്ടുള്ളതും. അതുപോലെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനവരാശിക്ക് സർവ്വമാനവരാശിക്കും അതുവരെ പക്ഷി മൃഗാദികളും സർവർക്കും സൗഖ്യത്തോടുകൂടി ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഈ മഹായജ്ഞങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് നമ്മൾക്ക് കുട്ടികൾ നോക്കുക, പഠിപ്പിനും വിദ്യാഭ്യാസത്തിലും എല്ലാവരും വളരെ ഗ്രാജുവേറ്റ്, ഡബിൾ ഗ്രാജുവേറ്റ് ആണ് എല്ലാവർക്കും. പക്ഷെ അവർക്കൊരു ചെറിയൊരു കാര്യം, ഒരു മാനസികപരമായിട്ട് വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു സൂസൈഡ് ചെയ്ത് പോകേണ്ട കാര്യം ഇപ്പം നിരവധി അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഭഗവാൻ 8000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഭാഗവതത്തിൽ കൃത്യമായിട്ട് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞത് ഗണപതി എഴുതിയതാണല്ലോ മഹാഭാരതവും ഭഗവത്ഗീതയും. അതിൽ എന്താണ് പറഞ്ഞത് അത് മാത്രമാണ് ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാനവരാശിക്ക് ഏറ്റവും ശുദ്ധമായിട്ടുള്ള മാനവരാശിക്ക് ഇന്ന് സമാധാനം ഉണ്ടാകണ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് ഹരിനാമ സങ്കീർത്തനമല്ലാതെ മറ്റൊന്നില്ല എന്ന് തന്നെ ഭഗവാൻ മഹാവിഷ്ണുവായ വേദവ്യാസ ഭഗവാൻ തന്നെ മാനവരാശിക്ക് പറഞ്ഞിട്ടുണ്ട്. ആണ് നമ്മൾ എടുത്തിട്ട് മാനവരാശിക്ക് കൊടുക്കുന്നത്. അതുമാതിരി എത്രയോ യുഗയുഗാന്തരമായിട്ടുള്ള ദർശനം. കാരണം ജന്മാന്തര പാപമോക്ഷം വ്യാസ ദർശനം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിരവധി ക്ഷേത്രത്തിലും നിരവധി പ്രതിഷ്ഠകളും നിരവധി ആളുകളെയും ഭഗവാന്മാരെ സന്ദർശിക്കാൻ കഴിയുകയാണെങ്കിലും വേദവ്യാസ ഭഗവാൻ അങ്ങനെ സന്ദർശിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം വ്യാസഭഗവാനെ കാണണമെങ്കിൽ തന്നെ ജന്മാന്തര പാപമോക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു രൂപം ഇനി ഇല്ല ഭഗവാൻ, അങ്ങനെയെന്ന് പറ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജന്മം കൊണ്ട് തന്നെ ഞാൻ ഭഗവാന്റെ ഭക്തനാവുകയും ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും വളരെ ദരിദ്രം നിറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതിഷ്ഠയ്ക്കും ഇതൊക്കെ ഉയരുന്നത്. അപ്പൊ കുട്ടിപ്രായത്തിൽ തന്നെ ഭഗവാനോടുള്ള പ്രേമമായ ഭക്തി കൊണ്ട് മാത്രമാണ് ഇന്ന് 10-18 രാഷ്ട്രങ്ങളിൽ നമ്മുടെ വ്യാസപരമാത്മ മഠം അറിയപ്പെടാനും ഇങ്ങനെയുള്ള നിരവധി ഭക്തന്മാർ വരാനുള്ള കാരണം. ഒന്നുമല്ല, കാരുണ്യപരമായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജപത്തിലൂടെ മാത്രം, ഹരിനാമ സങ്കീർത്തനത്തിലൂടെ മാത്രമാണ് ഇന്ന് ലോകപ്രസക്തിയാകാൻ എനിക്ക് പറ്റിയത്. അതാണ് എനിക്ക് മറ്റുള്ള പ്രേക്ഷകരോടും പറയാനുള്ളത്. നിരവധി യജ്ഞങ്ങളും പൂജകളും കർമ്മങ്ങളും എല്ലാത്തിനും ഉപരി ഈ കലിയുഗത്തിൽ ആ ഹരിനാമ സങ്കീർത്തം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രത്തെ വിட മറ്റൊന്നും ഈ ഭൂമിയിൽ മാനവരാശിക്ക് ശാന്തിയും സമാധാനവും തരുന്ന ഒരു പ്രക്രിയ ലോകത്തില്ല എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ കൃഷ്ണന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. അതെന്താ കാരണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് 2022 ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഭഗവാനെ പൂജയെല്ലാം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ വരാൻ പറ്റാത്ത യാത്രാ ശ്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ കാറിനകത്ത് ഇരുന്ന് എന്നെ ഭഗവാനോട് പറഞ്ഞു, കണ്ണാ രാവിലെ എണീക്കുമ്പോൾ നിനക്ക് മുട്ടായി വാങ്ങിച്ച് വെക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പിറ്റേ ദിവസം മറക്കുകയാണ് ഉണ്ടായത്. ഇത് നടന്നാണ് ലൈവില്.
ഇത് ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും ധരിപ്പിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. അങ്ങനെ നിരവധി ഒരു അത്ഭുതങ്ങളായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പുലർച്ചെ കറക്റ്റ് 3 മണി 3:15 സമയത്ത് എനിക്ക് നീ മിഠായി തന്നില്ലാലോ എന്ന് പറഞ്ഞു ഭഗവാൻ ഈ കൃഷ്ണൻ അങ്ങനെ പറയുകയുണ്ടായി. ഞാൻ എണീറ്റ് അങ്ങനെ വെപ്രാളത്തിൽ എണീച്ചു, ഭഗവാനെ എനിക്ക് മാപ്പ് എന്ന് പറയുന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റതും 10 രൂപയുടെ 2 ഡയറി മിൽക്ക്, 10 രൂപയാണ്, 2 ഡയറി മിൽക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. പുള്ളി വാങ്ങിച്ച് കഴിച്ചു. ഇത് അങ്ങനെ ഒരു ദർശന സൗഭാഗ്യം. ഈ കൃഷ്ണനെ ഞാൻ നിരവധി യജ്ഞത്തിന് പോകുന്നതാണല്ലോ, നിരവധി ആളുകൾ കാണുന്നതാണല്ലോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അത്ഭുതം ഈ 2022 ശ്രീകൃഷ്ണ ജയന്തിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഭഗവാന്റെ അടുത്ത് നേരിട്ട് വന്ന് കുട്ടിയായിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് മിഠായി തന്നില്ലാലോ എന്ന്. അപ്പം ഞാൻ എങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി അത് ഒരു നടന്ന സംഭവമുള്ളൂ. അതെ, എത്രയോ പൂന്താനത്തിന് ദർശനം കൊടുത്തു. അങ്ങനെ നിരവധി പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം എന്നോട് നേരിട്ട് ഈ കൃഷ്ണൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്, മിഠായി കഴിച്ചാണ്. അവർ എന്നും കൂടെ തന്നെ, വ്യാസായ വിഷ്ണുവാണല്ലോ, വ്യാസഭഗവാൻ തന്നെയാണല്ലോ കൃഷ്ണൻ. അപ്പോൾ ഭഗവാൻ എന്നും എൻ്റെ കൂടെ തന്നെയാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാകാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. ഹരിയോ. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛനാണ് ഈ ഫോട്ടോ. പാലക്കാട് ചിറ്റൂരിലാണ് ലാസ്റ്റായിട്ട് ഒരു ശോകനാശി പുഴയുടെ തീരത്താണ് സമാധിയായത്. നമ്മുടെ ചിറ്റൂര് വെച്ചിട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ സമാധിയായത് സ്മാരകമൊക്കെ ചിറ്റൂരുണ്ട്. അത് അതാണ് ജനങ്ങൾക്കൊക്കെ അറിയണ്ടല്ലോ, നമ്മുടെ ഭാഷാ പിതാവാണല്ലോ. അങ്ങേരെ കുറിച്ച് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. നല്ലൊരു പ്രതിഷ്ഠ അല്ലെങ്കിൽ അങ്ങയെ കുറിച്ചിട്ടൊരു ഒന്നും തന്നെ ഇല്ല. പക്ഷെ അങ്ങേർക്കൊക്കെയാണ് വേണ്ടത്. കാരണം ലോകത്തിന്റെ ഗുരു തന്നെ വ്യാസഭഗവാൻ പോലും ഒരൊറ്റ അവിടെ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആളുകൾ ഭഗവത്ഗീത ഭാഗവതം നിരവധി ആളുകൾ പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല കാണാൻ. ഇപ്പോൾ ഗീതാ യജ്ഞം പറഞ്ഞിട്ട് നമ്മുടെ കുറെ ആളുകൾ നടത്തുന്നുണ്ടല്ലോ പരിപാടികൾ. വ്യാസഭഗവാനെ ദർശിക്കാന്ന് അത് പുണ്യം മാത്രമാണ്. അതെ, ദക്ഷിണ ഭാരതത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം, അത് വ്യാസഭഗവാൻ പറയുമ്പോൾ അത് ഒരിക്കലും കാണാൻ പറ്റാത്തതാണ്, കഴിയില്ല. അപ്പോൾ ഭഗവാനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തര പാപ മോക്ഷമാണ്. അത് എത്തിപ്പെടില്ല, ജനങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ കഴിയില്ല. ചിലവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഭഗവാനെ കാണാൻ കഴിയും. വ്യാസഭഗവാനാണല്ലോ സർവ്വത്തിൻ്റെ ആധാരം. അപ്പോൾ ഏത് കാര്യമെടുത്താലും വിശ്വം ശകലം വ്യാസവും ചിട്ടം. വ്യാസഭഗവാനിൻ്റെ ഒന്നും തന്നെയില്ല. ആ വേദവ്യാസ ഭഗവാനാണ് സർവ്വതും നമ്മൾക്ക് തന്നിട്ടുള്ളത്. ആ വ്യാസഭഗവാന്റെ ക്ഷേത്രമാണ്. ഈ 20-22 വർഷമായിട്ട് ഇവിടെ നിരവധി പൂജകളും പരിപാടികളും. ഒരു വ്യാഴാഴ്ചയാണ് ഭഗവാനെ ദർശിക്കാനുള്ള ദിവസം. വ്യാഴാഴ്ച ഗുരുവായൂരപ്പനാണല്ലോ, മഹാവിഷ്ണു വ്യാഴാഴ്ചയാണ്. പിന്നെ വ്യാസപൗർണമിയാണ് ഇവിടുത്തെ ഒരു വർഷത്തിൽ വേദമായിട്ടുള്ള ഉത്സവം. അത് വളരെ വിശേഷമായിട്ട് തന്നെ വ്യാസപൗർണമി നടക്കും. ഇതൊക്കെയാണ് പറയാനുള്ളത്. അങ്ങയുടെ സന്യാസ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും പറയാമോ? ഞാൻ വളരെ കുട്ടി തന്നെയാണല്ലോ, ജന്മം കൊണ്ട് പൂർവാശ്രമം ഒന്നുമല്ല, വളരെ കുട്ടി തന്നെ ജന്മം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വ്യാസഭഗവാന്റെ ഭക്തനാകുകയും അത് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്. വളരെ കുട്ടിയിലെ കഷ്ടത നിറഞ്ഞിരിക്കുന്ന സമയത്ത്, അവരുടെ ദരിദ്രമാണ് ആ സമയത്ത്. കാരണം ഞാൻ 1979 ജനിച്ചത്. ഇപ്പോൾ 2024, ഏകദേശം 44 വയസ്സായിരുന്നു. അപ്പോൾ 23 വർഷം മുന്നേ തന്നെ വേദവ്യാസ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. അപ്പം ചിന്തിക്കാമല്ലോ എത്ര കുട്ടിയിൽ തന്നെയാണ് എന്നൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത്. അത് ലോകത്തിൻ്റെ ഗുരുവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാരണം വ്യാസഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ മറ്റേതും ഭൂമിയിലില്ല. ഈ പിന്നെ ശങ്കരാചാര്യരോ മധ്വാചാര്യരോ വേറെ ആർക്കും ഇതില്ലല്ലോ. വ്യാസഭഗവാനാണ് ഇതിൻ്റെ മൂലകർത്താവ്. അങ്ങേ ഈ 25 വർഷം മുന്നേ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞ ഒരു ജന്മനാൽ അവതരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ കഴിയുള്ളൂ. അത് എനിക്ക് മനസ്സിലാകാൻ കഴിയും. ഇപ്പോഴാണ് അതിൻ്റെ മൂലസത്യം നമ്മൾക്ക് മനസ്സിലായി വരുന്നത്. കാരണം അന്ന് കഠിനമായിട്ടുള്ള വ്രതങ്ങളും പൂജകളോടുകൂടി ഭഗവാൻ ഒരു പ്രതിഷ്ഠ നടത്തണം പറഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് ധനം കയ്യിലില്ല. ഞാൻ വളരെ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഈ ധനം ഉണ്ടാക്കാൻ എന്താ മാർഗം? ഈശ്വര, അന്നും ഭഗവാനാണ് എൻ്റെ കൂടെ. ആ ഭഗവാനാണ് ഇത്ര ആക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, മുരുകൻ പറഞ്ഞാണ്. അയാൾക്കൊരു 4-5 ബസ്സോളം ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബസ്സിൽ കുറേ സമയങ്ങൾ അങ്ങനെ പോയിട്ട് സഹായിക്കാനായിട്ട് പോകും. എനിക്കങ്ങനെ ദിനപ്രതി ഒരു 50-60 രൂപ എനിക്ക് തരും. ഇത് യഥാർത്ഥമാണ്, മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതല്ല. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ പൈസകൾ 60 രൂപയാണെങ്കിൽ കുറച്ചന്ന് ബുദ്ധിമുട്ടും ദരിദ്രമുള്ള സമയമാണ്. ആ സമയത്ത് പോലും കുറച്ച് വീട്ടിലേക്ക് 10 രൂപ 30 രൂപ കൊടുത്തിട്ട് ബാക്കി 30-20 രൂപ എന്ന സാഹചര്യത്തിൽ ഉണ്ടിയപ്പാനിയിൽ ഇട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ആ പൈസ സ്വരൂപിച്ചിട്ടാണ് ആ സമയമാകുമ്പോൾ എനിക്കൊരാൾ വന്ന് ഭഗവാൻ തന്നെ രൂപത്തിൽ തന്നെ ഒരാൾ വന്ന് പ്രത്യക്ഷപ്പെടുകയും
അയാൾ ഈ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് പറയുക. അയാളായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കി എന്നെ തിരഞ്ഞു വരികയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം ഒരു ലൈഫിൽ അങ്ങനെയാണ്, ഈ നേരം വരയ്ക്കും. പിന്നെ അയാളോട് ഞാൻ എൻ്റെ ഈ അഭിമുഖങ്ങൾ പറയുകയുണ്ടായി, എനിക്കിങ്ങനൊരു പ്രതിഷ്ഠ ചെയ്യണം, ഒരു മഹർഷി രൂപം ചെയ്യണം. ആരാണ് ചോദിച്ചു, വ്യാസഭഗവാനാണ്. അങ്ങനെ ഭഗവാനെ ഞാൻ ആ ദരിദ്രത്തിൽ കുട്ടിയുടെ ട്രൗസർ ഇട്ട് നടക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് സ്വരൂപിച്ച് കൂട്ടിയിട്ടുള്ള ആ ഒരു പൈസ എടുത്ത് ഉണ്ടിയപ്പാനി പൊട്ടിച്ചായിട്ടാണ് ഈ മഹത്തായ ബൃഹസ്ഥായ ലോകത്തിൻ്റെ ഗുരുവായ വേദവ്യാസ ഭഗവാൻ ഞാൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കി അത് ഈ പൂർവ്വജന്മാന്തരം ബർത്തിലേ ഉണ്ടായി, ജന്മജന്മാന്തരത്തിൽ ഉണ്ടായിട്ട് വന്നിട്ടുള്ള സുഹൃതമാണ്. ഇന്ന് ഉള്ള ബന്ധങ്ങളും ഇന്ന് നിരവധി ആളുകളായിട്ടുള്ള ഈ പ്രവൃത്തിയിലൂടെ നിരവധി ആളുകൾ എനിക്കുണ്ട്. ഇന്ന് എനിക്ക് പറയുകയാണെങ്കിൽ ഡൊണേഷൻ വാങ്ങുകയാണെങ്കിൽ എനിക്കൊരു പഞ്ചലോഹ വിഗ്രഹത്തിൽ തന്നെ ഒരു പ്രതിഷ്ഠ നടത്താൻ ഇന്ന് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ പഞ്ചലോഹ വിഗ്രഹത്തിൽ പ്രതിഷ്ഠ നടത്തിയാലും ഇനി ലോകത്ത് ഇങ്ങനെ ഒരു പ്രതിഷ്ഠയും വിഗ്രഹവും ഭൂമിയിൽ ഇനി ഉണ്ടാവില്ല. കാരണം ആ ദരിദ്ര ദുഃഖത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യമാണ് ഈ ലോകത്തിൽ ഞാൻ പറഞ്ഞൊരു 10-18 രാഷ്ട്രങ്ങൾ ഇങ്ങനെ അറിയാൻ കാരണമായത് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അങ്ങനെ യഥാർത്ഥ നിഷ്കാമ കർമ്മയോഗ ഭക്തിയോടുകൂടി, അല്ലാതെ ഞാൻ സംസ്കൃത പണ്ഡിതനല്ല, സംസ്കൃതം പഠിച്ചിട്ടില്ല, മറ്റുള്ള നിരവധി ഗ്രന്ഥങ്ങളുടെ അതിനെക്കുറിച്ചൊന്നും ശ്രമിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ആ നിഷ്കാമ കർമ്മയോഗത്തിലുള്ള ഭഗവാനോടുള്ള പ്രേമമായ ഭക്തി. ആ ഭക്തി കൊണ്ടാണ് ഞാൻ ഈ തലത്തിലെത്തിയിരിക്കുന്നത്. ഇന്നും കഷ്ടപ്പാടും ദുരിതങ്ങളും നിരവധിയുണ്ട്. ഞാൻ ഭഗവാനോട് പറയും, എനിക്ക് കഷ്ടപ്പാടും ദുരിതവും എന്നും തരണം ഭഗവാനെ എന്ന്. എന്താണ് അത് കാരണം? ആ ഭക്തി, ആ നിഷ്കാമ കർമ്മയോഗ ഭക്തി. ആ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനോടുള്ള ആ ഒരു എന്താ പറയുക, മാനസികമായിട്ട് ഭഗവാനോടുള്ള അടുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാനവരാശിക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടെങ്കിലേ ഒരു മനുഷ്യജന്മം ആവുള്ളൂ. ആ മനുഷ്യജന്മം എടുത്തിട്ടും ഇത്തരം മഹത്തായ കാര്യങ്ങൾ ഭഗവാനെ സ്മരിക്കുക എന്ന് കവിഞ്ഞത് എത്രയോ ജന്മത്തിലുള്ള ഒരു പുണ്യമാണ്. ഇപ്പോൾ പലവരും ചോദിച്ചു ഗുരു ഇല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ അത് ചോദിക്കും. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾക്ക് ഗുരു എന്ന് പറയുന്നതിന് നമ്മൾ ഒരിക്കലും തള്ളി നിർത്താൻ കഴിയില്ല. ഗുരു ഉണ്ടെങ്കിലേ മറ്റുള്ളതെല്ലാം ഉണ്ട്. പക്ഷെ വാമദേവ മഹർഷി എന്ന് പറഞ്ഞ മഹർഷിക്ക് ജന്മനാൽ തന്നെയാണ് അയാൾക്ക് ദർശനം ഉണ്ടായത്. വ്യാസഭഗവാൻ ജനിച്ചു. വ്യാസഭഗവാൻ ആരാണ് ഗുരു? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ ജന്മനാൽ ചെയ്തു വെച്ചിട്ടുള്ള ആ എക്സ്പീരിയൻസ് നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഈ ശരീരം, ഈ പിണ്ട ശരീരം ഒരു എന്താ പറയുക വസ്ത്രമാണ്. വസ്ത്രം മാറുന്ന പോലെ നമ്മൾ ഈ വസ്ത്രം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വസ്ത്രം മാറുകയാണ് ചെയ്യും, പുതു വസ്ത്രം വാങ്ങിച്ച് നമ്മൾ ധരിക്കും. അതുപോലെ ഈ പിണ്ട ശരീരം നശിക്കുമ്പോൾ ഈ ആത്മാവ് ഒരു ഷർട്ട് മാറ്റുന്ന മാതിരി ഈ ആത്മാവ് മറ്റൊരു ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം വീണ്ടും ഉണ്ടാകും. അപ്പം നാശമില്ലാത്തതാണ് ഈ ആത്മാവ്. അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള വാസനകളോടുകൂടി ആയിരിക്കും നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോകുന്നത്. അപ്പോൾ ആ വാസനയിലായിരിക്കും ആ ജന്മം പുണ്യാത്മാവായിട്ട് അവതാരമെടുത്തിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഗുരുവിൻ്റെ സ്ഥാനം അവിടെ വരുന്നില്ല. അത് കോടാനുകൂടി ആളുകൾക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ വലിയ ചാനലിൻ്റെ വീഡിയോയിൽ പറയുന്നവർ എന്തെങ്കിലും ഒന്നും പറയുന്നതല്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമം ചില ആളുകൾ നോക്കുന്നുണ്ട്, ഓരോരോ കർത്തവ്യങ്ങൾ കഴിഞ്ഞ ശേഷമാണ് കാവ്യ വസ്ത്രം ധരിച്ചിട്ട് അതാ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുന്നത്. നമ്മൾ ജന്മം കൊണ്ട് തന്നെ ആയി കല്യാണം കഴിച്ച് ഇപ്പോൾ കുടുംബത്തോടു കൂടി ഇരുന്ന് ഗൃഹസ്ഥാശ്രമമാക്കി മാനവരാശിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതാണ് നമ്മളുള്ള വിശേഷമായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കലിയുഗത്തിൽ എല്ലാവർക്കും ഈശ്വരനാമം ജപിക്കുക. അതായത് ഏത് അവസ്ഥയിലിരിക്കും നാമജപം കൊണ്ട് മാത്രമാണ് സന്തോഷം. ഇന്ന് രാവിലെ ഒരു വിശേഷം ഉണ്ടായി. ഇന്ന് കാലത്ത് പെട്ടെന്നൊരു ഫോണിൽ ഒരു റെക്കോർഡിംഗ് ആയിട്ട് വന്നിട്ട്, സ്വാമിജി എവിടെയാണ്, അർജൻറ്റായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം കേട്ടോ, തെറ്റ് വിചാരിക്കേണ്ടത് വേണം വിളിച്ചു. അപ്പോൾ ഞാൻ എന്താണ് ചോദിച്ചു. മക്കളൊക്കെ ലണ്ടനിലാണ്, അമേരിക്കയിലും അങ്ങനെയായിട്ട് 2-3 മക്കളാണ് പുറത്താണ്. അമ്മയ്ക്ക് ഇപ്പോൾ 96 വയസ്സുണ്ട്. ചെന്നൈയിലാണ്, ഒരു വലിയൊരു വീടാണ്, അവിടെ ആരുമില്ല, ഹോസ്പിറ്റലിൽ പോലും ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിലെ ഈ കുട്ടികളെ വളർത്തി വലുതാക്കി വലിയൊരു അവസ്ഥയിലാക്കി അവരെല്ലാം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോട് വലുതാക്കുമ്പോൾ ഈ സന്ധ്യാകാലമാകുമ്പോൾ നമ്മൾക്ക് അവസാന നിമിഷം നമ്മുടെ കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. ഭഗവത്ഗീതയാണെങ്കിലോ മഹാഭാരതമാണെങ്കിലും മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള പുണ്യമായ ആ ബുക്സുകൾ വായിച്ച് എന്താണോ ധർമ്മത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള അതിന് ഫോളോ അപ്പ് ചെയ്യാനാണ് എനിക്കെല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ, സന്തോഷത്തിൻ്റെ ഭാഷ, ഐശ്വര്യത്തിൻ്റെ ഭാഷ, എല്ലാത്തിൻ്റെയും ഭാഷ ഒന്ന് സ്നേഹമാണ്. ആ സ്നേഹമാണ് മാനവരാശിക്ക് വേണ്ടത്. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്ത് ശാന്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് മാനവരാശിയോട് പറയാനുള്ളത്. അത് ഒരു സുപ്രധാനമായിട്ടുള്ള ഞാൻ ചെയ്യുന്നത് ഒരു വിധി എന്നുള്ളതല്ല, അതിനപ്പുറത്ത് വ്യാസഭഗവാന്റെ ആ ദർശനപ്രകാരമാണ് ഈ യജ്ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സപ്ത ചിരഞ്ജീവി യാഗം പറഞ്ഞൊന്ന് നടത്തി. സപ്ത ചിരഞ്ജീവികൾക്ക് വേണ്ടി ആരും യാഗം നടത്തിയിട്ടില്ല.
അതാണ് സപ്തചിരഞ്ജീവികൾ ആ 7 പേര് മരണമില്ലാത്തവർ. ആരൊക്കെയാണ്? സപ്തചിരഞ്ജീവി പറയുമ്പോൾ ഒന്ന് വേദവ്യാസ ഭഗവാൻ വരും, ഹനുമാൻ, വിഭീഷണൻ, അങ്ങനെ പരശുരാമൻ, ഇവരൊക്കെയാണ് 7 പേരിൽ ഇങ്ങനെ വരുന്ന ആളുകൾ. അശ്വത്ഥാമാവും അതും മൂപ്പര് മരണമില്ലാത്ത ആളാണ്. 7 പേരാണ് ഉള്ളത്. അപ്പോൾ 7 പേർക്ക് വേണ്ടി ഈ യുഗത്തിൽ ഒരു യാഗം കോഴിക്കോട് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം വളരെ വിശിഷ്ടമായിട്ട് നടത്തി. പിന്നെ രുദ്രാക്ഷ വ്യാസ മഹായാഗം എന്ന് പറഞ്ഞൊരു യാഗം ബാംഗ്ലൂർ വെച്ച് വളരെ വിശേഷമായിട്ട് നടന്നു. ഇപ്പം 2023 പുതുവർഷത്തോടനുബന്ധിച്ചിട്ട് മൈസൂർ നെഞ്ചങ്കോട് പറഞ്ഞ ക്ഷേത്രത്തിൽ മൈതാനത്തിൽ ശിവശങ്കരി യാഗം, അതും വളരെ 23 വർഷമായി അവിടെ രുദ്രയാഗം കഴിഞ്ഞിട്ട്, അത് ലോകപ്രസക്തിയായ ക്ഷേത്രമാണ്. അവിടെ വെച്ച് 2023 1-ാം തീയതി ശിവശങ്കരി മഹായാഗം എന്ന് പറഞ്ഞ മഹത്തായ യാഗം നടന്നു. ഇപ്പോൾ ഈ 2023 ലാസ്റ്റ് ഡിസംബറിൽ വന്നിട്ട് 27, 28, 29 തീയതികളിൽ ലോകപ്രസക്തിയായ തിരുവണ്ണാമല ക്ഷേത്രം 5 ഭൂതങ്ങളുടെ പരമമായ മർമ്മസ്ഥാനമാണ്. ആ ക്ഷേത്ര മൈതാനത്തിന് മുന്നിലുള്ള അവിടെ വെച്ചിട്ടും അതുമാതിരി രുദ്ര മഹായാഗം എന്ന് പറഞ്ഞ യാഗം 3 ദിവസം വളരെ വിശേഷമായിട്ട് നടത്താൻ കഴിഞ്ഞു. ഇപ്പം 2024 ഇപ്പം വെച്ച് മധുരയിൽ വെച്ച് മാർച്ച് 23, 24 തീയതികളിൽ ഒരു ബൃഹത്തായ യജ്ഞം നടക്കാൻ പോവുകയാണ്. 1008 യാഗകുണ്ടങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അത് കാണുന്ന ലൈവായിട്ട് തന്നെ കാണണം. 1008 യാഗകുണ്ടങ്ങളും 5000 പെൺകുട്ടികളുടെ ചിലമ്പാടുന്നൊരു സംഭവമുണ്ട്. കാരണം ബദരിയാണല്ലോ, ചിലമ്പാടിയിട്ടുള്ള അതാണല്ലോ ദേവി മധുര മീനാക്ഷി. അപ്പോൾ 5000 പേരടങ്ങുന്ന അവരുടെ ഒരു ചിലമ്പാട്ടവും 10000 കുത്തുവിളക്കുകൾ വെച്ചിട്ടുള്ള പൂജയും ഇതെല്ലാം കൂടി 23, 24 ദിവസങ്ങളിൽ അവിടെ നടത്താൻ പോകുന്നത്. അതിന് എല്ലാത്തിൻ്റെയും പൂർവാചമായിട്ടുള്ള ആചാര്യൻ ഞാൻ തന്നെയാണ് മൂലസ്ഥാനം വഹിക്കുന്നത്. അതിനുമൊക്കെ യോഗമുണ്ടായി. ഇതെല്ലാം നടക്കുന്ന ഒരു പ്ലാനഡ് ആയിട്ടൊന്നുമല്ല. ഞാൻ ഇത്ര കാലമായിട്ട് ഫേസ്ബുക്കിലാണെങ്കിലും മറ്റുള്ള ഏത് അനവധി പ്രോഗ്രാം നടത്തുകയാണെങ്കിലും ഒരു ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ 10 രൂപ ചോദിച്ചിട്ടോ ഇത്ര കാലം വരെ ഒരാളോടും സമീപിച്ചിട്ടില്ല എന്നുമാണ് വളരെ വിശേഷം. കാരണം ഞാൻ ചെയ്യുന്നത് ഇതെങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് ചില കാര്യങ്ങൾ നടത്താനുണ്ടാവും ഭഗവാനെ, അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇത്തരം ബൃഹത്തായ യജ്ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് നിരവധി യജ്ഞങ്ങൾ ഇനിയും കാലം കൊണ്ട് നടത്തും. വളരെ കുട്ടിയിൽ തന്നെ ഒരു 10, 13, 14 വയസ്സാകുമ്പോൾ തന്നെ കഠിനമായ വ്രതം എടുത്തുകൊണ്ട് ഇവിടെ 41 ദിവസം മഠത്തിൻ്റെ മുന്നിൽ വ്രതത്തോടുകൂടി യജ്ഞങ്ങൾ നടത്തി. ആ 10, 15, 16 വയസ്സാകുമ്പോഴേക്കും ജരാനരകൾ വന്നു. കാരണം യഥാർത്ഥമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങളാണ്. ത്യജിച്ചവരെ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ എപ്പോഴാണ് ഇതിൻ്റെ ആകെ ഈശ്വര എന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ലോകത്തിൻ്റെ ഒരു നന്മയാണെന്ന് എനിക്ക് സ്വയമായിട്ട് ആ അനുഭൂതി എനിക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. കാരണം എങ്ങനെയാ വെച്ചാൽ ജലത്തിൽ വസിക്കുന്ന ചെന്താമര പൂവും അതിനടിയിൽ കോടാനുകോടി മീനുകളും പ്രാണികളും ഉണ്ട്. അതിൽ വിരിയുന്ന ചെന്താമര പൂവിൽ വരുന്ന ആ ഗന്ധത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് വണ്ടിന് മാത്രമേ അതിൻ്റെ ആ തേനിന് മാത്രമേ എടുക്കുമ്പോഴേ അതിൻ്റെ ഊർജ്ജം മനസ്സിലാക്കും. അതുപോലെ യോഗികൾക്ക് യോഗികളെ കൊണ്ട് മനസ്സിലാകുള്ളൂ. ഇത് മറ്റുള്ളവർക്ക് പറയാനോ മറ്റുള്ളത് കൊണ്ടൊന്നുമല്ല. ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇനി നിരന്തരമായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നോക്കൂ, ഇനിയും കുറേ കാലഘട്ടങ്ങളാകുമ്പോൾ ഇന്ന് ചൂടിനെ തന്നെ നമ്മൾ ചിന്തിക്കുക. ഈ ഭൂമി വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമാറ്റിക് ചേഞ്ച് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ തന്നെയാണ് മുറിച്ചുണ്ടാക്കുക. മാനവരാശിക്ക് ഒരു നിമിഷം പോലും സമാധാനമില്ല. എല്ലാവർക്കും തിടുക്കമായി പോയി. പരസ്പര സ്നേഹങ്ങൾ പോയി. തൊട്ടകൂടുള്ള ആളുകൾ നമ്മൾക്ക് മറന്നുപോയി. നോക്കൂ, ഒരു നല്ലൊരു സൽപ്രവർത്തികൾ, സത്സംഗം, സജ്ജന സംഘം എന്നിവയെല്ലാം തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കൾ തന്നെ മദ്യപിച്ചുകൊണ്ട് കാമഭക്തിയിലായിക്കൊണ്ട് സ്വന്തം മാതാവ് തന്നെ ആക്രമിക്കുന്ന കാര്യങ്ങൾ, കുട്ടികളെ നോക്കുമ്പോൾ ചെറിയ കുട്ടികളെ, പിഞ്ചു കുട്ടികളെ കൊന്നു കീറുന്ന സാഹചര്യങ്ങൾ, ദിനം പ്രതി എടുത്ത ഒരു ദിവസം പോലും അക്രമശക്തമില്ലാത്ത നാടുണ്ടോ ഒന്ന്? ഇതൊക്കെ ഭഗവാൻ എങ്ങനെയാണ് 8000 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസ ഭഗവാൻ എഴുതി വെച്ചതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും മഹാദുരിതങ്ങൾ വരാൻ പോകുന്ന മനുഷ്യൻ എന്ത് കണ്ടാലും പഠിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾ ഉണ്ടായിക്കോളൂ. എങ്കിൽ കുറച്ച് അല്പനേരം നമ്മൾക്ക് ഈ ഭൂമിയിൽ അയച്ചു വിട്ടിട്ടുള്ള ഈശ്വരൻ തന്നിട്ടുള്ള ആത്മാവിനെ ഒന്ന് മനസ്സിലാക്കാനും ആ ഭഗവാന്റെ തിരുനാമങ്ങളൊന്ന് ജപിക്കാനും, നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് ആ മതത്തിൽ അതിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ ജപിക്കൂ. നിങ്ങൾ ശാന്തി ഉണ്ടാക്കാൻ കുറച്ചു നേരം നമ്മൾ സൈലൻ്റായിരിക്കൂ എന്നാണ് എനിക്ക് ഈ വേളയിൽ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. കൂവളത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തുവാ? കൂവളം എന്ന് പറയുമ്പോൾ അത് വളരെ ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്ത് ഭൂമിയിൽ കൽപ്പക വൃക്ഷം എന്നറിയപ്പെടുന്നതാണ് ഇതിനെയാണ് പറയുന്നത് കൽപ്പവൃക്ഷം. കാരണം ശിവന് ഒരു പൂജയും വേണ്ടത്രേ.
ഒന്നും വേണ്ട. ഭഗവാന് വിശ്വാസത്തോടുകൂടി ഒരു കുവളത്തിൻ്റെ ഇല ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ വെക്കുകയാണെങ്കിൽ അതിൽ കവിഞ്ഞൊന്നും തന്നെ ശിവപ്രീതിക്കായിട്ടില്ല. അത്രയും പുണ്യമാണ് ഈ ശിവനെ ആരാധിക്കാൻ നമുക്ക് വില്യം. അത്രയും വളരെ വിശേഷപ്പെട്ടതാണ്. ഇതിവിടെ ഈ പ്രതിഷ്ഠ നടത്തിയപ്പോൾ തന്നെ വെച്ചാണ്. ഒരാളെയാണ് വെച്ചത്, അത് സ്വാഭാവികമായിട്ട് രണ്ടായി വന്നു. അപ്പോൾ ഇവിടെ ശിവനും വിഷ്ണുവായിട്ട്, അല്ല സോറി, ശിവനും ശക്തിയുമായിട്ട് രണ്ടുപേരും ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന മാതിരി ശിവനും ശക്തിയായിട്ടാണ് ഇതിൻ്റെ മഹാത്മ്യം. ഇതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതിലൊരു മനസ്സിൽ വിഷമമാണ്. അപ്പോൾ ഈ മരം വളർന്ന് ഇത് സാധാരണ ഒരു മരമായിട്ടല്ല, ഇതിന് ജീവമുക്തി എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് നമ്മുടെ മരങ്ങൾക്ക്, ജീവമോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതിന് ഞാൻ ചെറുപ്പത്തിൽ നിന്ന് ജീവമോക്ഷം കൊടുത്തിട്ടുള്ള ഒരു തൈ കൂടിയാണ്, വൃക്ഷമാണിത്, കൽപ്പവൃക്ഷം. ജീവമുക്തി പറയുമ്പോൾ നമ്മൾ കോടി നൂല് ജപിച്ച് കെട്ടിയിട്ട് ജപിച്ച് കെട്ടി അതിന് ചില കാര്യങ്ങളൊക്കെ നടത്തി പൂജകൾ നടത്തിയിട്ട് അതിന് ജീവമോക്ഷം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയൊരു ചെറിയൊരു കൊമ്പുണ്ട് ഇവിടെ, അത് ആദ്യത്തെ ഒരു കൊമ്പാണ്. ഇതിൽ ഇരുമ്പൊന്നും മുട്ടാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഒരു തവണ ഇത് എന്തോ ഞാൻ പുറത്തു പോയതായിരുന്നു. അച്ഛൻ വന്നിട്ട് ഇതിന് കൊടുവാളം എടുത്ത് വടിവളർന്നു കൊണ്ട് ഇവിടെ ഈ ഒരു ഇത് കഷ്ണം വെട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങേര് ഒരു വർഷത്തോളം ഇരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അച്ഛൻ ഇത് വെട്ടിയ ശേഷം അത് അച്ഛൻ അങ്ങനെ മരണപ്പെട്ടു. അങ്ങനെ ഒരു വിശേഷം ഇതുണ്ട്. അത് അത്രയും ശക്തിമത്തായിട്ടുള്ളതാണിത്. പിന്നെ ഇവിടെ പൂജയ്ക്കായിട്ട് ഇതാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ ഇലയെടുക്കും. പിന്നെ കുവളത്തിൻ്റെ കായ് യജ്ഞങ്ങളിലും യാഗത്തിലേക്കൊക്കെ ഇതിൻ്റെ കുവളത്തിൻ്റെ കായ്, അതെ ഈ കായ് അതിൽ കാണുന്ന കായ്കളാണ് ഇപ്പോൾ ഇല കൊഴിയുന്ന സമയമാണത്. ഇനി അടുത്ത ഒരു മാസം ആകുമ്പോൾ നന്നായിട്ട് കിളിർത്ത് ഫുള്ളായിട്ട് വരും. ഇതിന് യജ്ഞങ്ങളും യാഗങ്ങൾക്കും വളരെ ഔഷധ ഗുണമുള്ളതാണ്. അതുമാതിരി മനുഷ്യന് ഈ ഷുഗർ പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മെഡിസിൻ സംവിധാനങ്ങളിലും വൈദ്യത്തിൽ ഇതിൻ്റെ കായും അതിൽ പോലുള്ള ജ്യൂസ്, അതൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ്. ആ പഴത്തിനെടുത്ത് ഡയറക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കാണും. അത്രയും വിശേഷമുള്ള ഒരു മരവും കായും എല്ലാമാണ് മനുഷ്യന്. ഇത് 25 വർഷമായി. പക്ഷെ ഇതിനൊരു സത്യമുണ്ട്, ഒരു വളഞ്ഞു വന്നതാണ്. അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഇത്ര കാലം പേര് അതിന് ഒരു എതിനെ പോയി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇതോടുകൂടി നിന്നു, ഇവിടെയും ഒരു ഇതുമില്ല. അങ്ങനെ അത് സുഖമായിട്ട് പ്രകൃതിയോട് കിണങ്ങി ലോകത്ത് ഇപ്പൊ തൊടാൻ കഴിഞ്ഞില്ല, അന്നും തൊട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ വളരെ പുണ്യമായിട്ടുള്ള അങ്ങനെയുള്ളൊരു പുണ്യം തന്നെയാണ്. അതിന് കാരണം ദിവസേന പ്രതി പൂജയുണ്ട്, ദീപാരാധന. അവിടെ കഴിയുമ്പോൾ ആദ്യം ഇവിടെ വന്ന് ദീപാരാധന ചെയ്യും. പിന്നെ ഇവിടെയുള്ള ശിവക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് ഇലകൾ കൊണ്ടുപോകാറുണ്ട്. ഇവിടെ ഒരു വിശേഷമായിട്ടുള്ള ക്ഷേത്രമുണ്ട്. ഇത് ലങ്കേശ്വരം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. ലങ്കാധിപതി ഇവിടെ വന്ന സമയത്ത് യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇവിടെ പൂജിക്കണം പറഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് അവിടെ ഇറങ്ങി. അവിടെ ഭഗവാൻ ഒരു കുളമുണ്ടായി. ആ കുളത്തിൽ നിന്ന് കാരണം നേരം വെളുത്ത ഉടനെ ദർശനം കാണുമല്ലോ അയാൾക്ക്. അങ്ങനെ പൂജ ചെയ്ത സ്ഥലമാണ് ഇവിടെ ലങ്കേശ്വരം പറഞ്ഞ ക്ഷേത്രം. ഇവിടെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരാൾ ഇവിടെ വരും, ഇതിൽ കുറേ ഇലകൾ കൊണ്ടുപോകും. ഡെയിലി ഭഗവാൻ അവിടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശിവക്ഷേത്രം ലങ്കേശ്വരം അതെ നിരവധി ഉണ്ട്. അപ്പം ഞാൻ ഈ യജ്ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിൽ വലിക്കും. എന്നിട്ട് നിരവധി ഭാഗത്ത് യജ്ഞം കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഈ കായ കൊണ്ടുപോയിട്ട് നമ്മളവിടെ പൊട്ടിച്ച് കിളുക്കും. അതങ്ങനെ കട്ട് ചെയ്തിട്ട് ഹോമത്തിൽ. ഈ കുവളം ഒരു ടൈപ്പുള്ള അല്ല, കുവളത്തിൽ നിരവധി ടൈപ്പുകളുണ്ട്. നിരവധി ടൈപ്പുകളുണ്ട്. ഈ പൂജയ്ക്ക് പറയുമ്പോൾ എല്ലാ കുവളത്തിൻ്റെയും പൂജയ്ക്ക് എടുക്കുന്നുണ്ട്. ഇത് വിശേഷമായിട്ട് എടുക്കുന്നുണ്ട്. അതെ 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 ശിവനാണ് വലിയത്. ഞാൻ ശിവനായിട്ടാണ് പ്രത്യക്ഷത്തിലാക്കിയത്. അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ശക്തി. അപ്പൊ രണ്ടുപേരും കൂടി അത് ഇണഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പൊ ശിവനും ശക്തിയും നമ്മൾ തൊട്ടമാതിരിയാണ്. കാരണം ലോകത്തിൽ ഭഗവാന് ഇതിൽ കവിഞ്ഞൊരു പ്രീതി ഇല്ല. അതെ, അതാണ് സത്യം. അതെ, അതേമാതിരി എനിക്ക് ഈ ഒരു നല്ല വേളയില് നിരവധി യജ്ഞങ്ങളും കർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു ശ്രീകൃഷ്ണ യാഗം പറഞ്ഞൊരു യാഗം എവിടെയും നടക്കുന്നത് ഞാൻ കണ്ടില്ല. നിരവധി യജ്ഞങ്ങൾ നടത്തുന്നുണ്ട്. പല രത്നങ്ങൾ, അതിലൊക്കെ പേര് നമ്മൾ വായിക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വിചാരിക്കുന്നു മുട്ടായി വാങ്ങിച്ച കണ്ണനെ ഞാൻ പറഞ്ഞു, മുട്ടായി വാങ്ങിച്ച കണ്ണ് ഒരു മുട്ടായിയിൽ എന്നോട് ചോദിച്ചുള്ളൂ. അപ്പോൾ നിരവധി മുട്ടായികൾ കൊണ്ട് അങ്ങേക്കൊരു പൂജ അല്ലെങ്കിൽ യജ്ഞം യാഗം നടത്തണം എന്ന് ആഗ്രഹിച്ചു. അതിലെന്താ വിധി ചോദിച്ചത്? വിധിയല്ല, ഇത് എല്ലാം ജന്മം കൊണ്ട് എനിക്കിങ്ങനെ ബർത്തിൽ കിട്ടിയ ആ ഒരു അനുഗ്രഹം കൊണ്ട് ആ ഭഗവാനെ സമ്പൂർണ്ണമായിട്ട് യജ്ഞത്തിൽ നിരവധി മിഠായി കൊണ്ട് അഭിഷേകം യജ്ഞത്തിൽ സമർപ്പിച്ച് നെയ്യോടുകൂടി പഞ്ചഗവ്യത്തോടുകൂടി ആ മുട്ടായി മുക്കി ഹോമിച്ച് ആ ഭഗവാനെ കൊടുക്കുക എന്നും അതിൻ്റെ പേര് ശ്രീകൃഷ്ണ മഹായജ്ഞം എന്നുള്ളൊരു പേര് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് അങ്ങ് കൂടി അത് പറഞ്ഞാണ്. അങ്ങ് ഒരു ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനാണ്, ഒരു അഡ്മീറൽ കൂടിയാണ്. അത് മാത്രമല്ല ഈശ്വരൻ്റെ പരമാധികാരമുള്ള ഒരാൾ കൂടിയാണ് അങ്ങും.
അപ്പോൾ അങ്ങയുടെ കോൺസെപ്റ്റ് ഇപ്പോൾ ഒരു ശ്രീകൃഷ്ണ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതും ശ്രീകൃഷ്ണ സേന. നിരവധി സേനകൾ ഉണ്ടെങ്കിലും ഉണ്ടാകേണ്ട ശ്രീകൃഷ്ണ സേനയാണ്. അത് വൈകിയാണെങ്കിൽ 2026 കരീപത്തിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ശ്രീകൃഷ്ണ യാഗം, മിഠായി കൊണ്ടുള്ള യാഗം, അതിന് നേതൃത്വം കൊടുക്കുന്നത് അങ്ങയുടെ നമ്മുടെ കൂടെ അല്ല, അങ്ങും കൂടെ ഉണ്ടല്ലോ. അതിനൊരു ബൃഹത്തായ കാര്യം കലിയുഗത്തിൽ ആ നാമം ജപിക്കാനും അങ്ങയെക്കുറിച്ച് ഈ സമയത്തും അങ്ങയെ ചിന്തിക്കാനും ഇതിൽ കവിഞ്ഞ ഒരു സംഭവം ഈ ഭൂമിയിലും ത്രിലോകത്തിലും ഇല്ല. ആ ഹരിനാമ സങ്കീർത്തനം, കൃഷ്ണനെ ഭജിക്കുക, കൃഷ്ണനെ സ്നേഹിക്കുക, അങ്ങയുടെ നാമസങ്കീർത്തനം എന്നും ജപിച്ചുകൊണ്ടിരിക്കുക, അങ്ങയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ കവിഞ്ഞ് എന്താണ് ഈ മാനവരാശിക്ക് ഭൂമിയിൽ കിട്ടുക? ഇല്ല. അതിനെ ഉജ്ജന്മ സുഹൃതം എന്ന് വേണം. അത് നമ്മൾക്ക് ഈശ്വരനാൽ കിട്ടിയിട്ടുണ്ട്. അതിന് മാനവരാശിക്ക് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് സ്വയമല്ല, നമ്മുടെ ലോകത്തുള്ള സർവ്വജരാചരങ്ങളും, പക്ഷികളും, മൃഗാദികൾ, പശുക്കൾ, കിടാങ്ങൾ, അതുമാതിരി എല്ലാം നല്ല രീതിയിൽ വരുമ്പോഴല്ലേ മനുഷ്യനെ സ്നേഹിക്കാനും സന്തോഷത്തിൽ നടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു ശ്രീകൃഷ്ണ യാഗം കൂടി ഇവിടെ പെട്ടെന്ന് നമുക്ക് നടത്താം. എവിടെയാണെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ആ ഒരു യജ്ഞം, ബൃഹത്തായ യജ്ഞം, നിരവധി ആളുകൾ അതിന് പങ്കെടുക്കും. കാരണം ശ്രീകൃഷ്ണനാണല്ലോ. കൃഷ്ണൻ എങ്ങനെ ഒരു പരിപാടി നടത്തുക പറയുമ്പോൾ കൃഷ്ണൻ മുട്ടായി ചോദിച്ചു വാങ്ങിച്ച ആളാണല്ലോ. അതിൻ്റെ കാര്യം ഞാൻ നേരെ ഗുരുവായൂർ തന്ത്രി ചങ്ങോസിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പോയി വേറെ കാര്യമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ 2022 കൃഷ്ണനെ മുട്ടായി കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുത്തില്ല. അത് വാങ്ങിച്ചു, എന്നോട് ചോദിച്ചിട്ട് വേണം പറഞ്ഞു മുട്ടായി എടുത്ത് വാങ്ങിച്ചു. ആ കാര്യം ഞാൻ തന്ത്രി ചെന്നോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കൃഷ്ണനല്ലേ അത്ഭുതം ഇല്ലെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഭഗവാനെ ഈ ശ്രീകൃഷ്ണ യാഗത്തിൽ മിഠായി കൊണ്ടൊരു യാഗം നടത്തുന്നു ഗുരുവായൂർ വെച്ച് തന്ത്രിയോട് ഞാൻ സംസാരിച്ചാണ്. അപ്പോൾ എന്തായാലും അത് നടക്കും, അത് നടത്തും. അത് കംപ്ലീറ്റ് ഭഗവാനെ സമർപ്പിച്ച് ആ ഭഗവാൻ്റെത് മക്കൾക്ക് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ വരുമല്ലോ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ യജ്ഞം സ്വാമിജി നടത്തണമെന്ന് പറഞ്ഞാൽ ദക്ഷിണ ഭാരതത്തിലെ നിരവധി സന്യാസികൾ, ശ്രേഷ്ഠന്മാർ, പുരോഹിതന്മാർ, ഇപ്പോൾ ഉള്ള ആളുകൾ, നിരവധി ആളുകൾ പരിപാടി പങ്കെടുക്കും. അത് വളരെ ഗംഭീരമായി തന്നെ നടക്കും. കയ്യിൽ അതിനുള്ള ധനമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എന്ത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ അത് തന്നുകൊണ്ടേയിരിക്കും, നടന്നുകൊണ്ടേയിരിക്കും. അതാണ് വിചിത്രം. അതാണ് എങ്ങനെയാണ് നടക്കുക എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ ഉണ്ടെങ്കിൽ നടക്കും പറയും. ഈശ്വരൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് പൂർണ്ണമായിട്ട് ബോധ്യം വന്നിട്ടുള്ള വ്യക്തിയാണ് ഈ കുട്ടിപ്രായത്തിൽ. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദരിദ്രം ഭക്ഷിക്കാൻ പോലും വകയില്ലാത്ത അന്ന് ജീവിച്ച സാഹചര്യങ്ങളിൽ ഇന്ന് 18 രാഷ്ട്രങ്ങളിൽ ഇത് പോവുക എന്ന് പറഞ്ഞത് ഒരു കാപട്യമോ ബ്ലാക്ക് മാജിക് കൊണ്ടോ ഒന്നും അല്ല. ആ ഭഗവാനോട് പ്രേമം, ആ പരമമായ ഭക്തി, ആ ഹരിനാമ സങ്കീർത്തനത്തിൻ്റെ സത്യം, അതാണ് എനിക്ക് പറയാനുള്ളത്.